എല്ലാവർക്കും ജോഫീസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സൗദി അറേബ്യയുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫർസാൻ ദ്വീപിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഫർസാൻ ദ്വീപ് സൗദി അറേബ്യയുടെ തെക്കൻ പ്രവിശ്യയായ ജിസാനിൽ നിന്നും ഏകദേശം 30 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ അഥവാ 60 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗദിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ചെങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഫർസാൻ. ഇങ്ങോട്ട് കടൽ മാർഗം പോകുവാനായി രണ്ട് ഓപ്ഷനാണ് ഉള്ളത്: ജിസാൻ ഫർസാൻ ബോട്ട് സർവീസും ഫെറി സർവീസും. ഫെറി സർവീസ് എന്നാൽ ചെറിയ ഫെറി ഒന്നുമല്ല, ഏകദേശം 100 കാറുകളും 250 ആളുകളെയും കൊള്ളാവുന്ന എയർ കണ്ടീഷനോട് കൂടിയ ഒരു കപ്പൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഫെറി സർവീസ്. ഇത് സൗദി ഗവൺമെന്റ് ഫ്രീ ആയി നടത്തുന്ന ഒരു സർവീസാണ്. ഇനി ബോട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു സൈഡിലേക്ക് 600 റിയാൽ നിരക്കാണുള്ളത്. ഇതിൽ മാക്സിമം 12 ആൾക്കാർക്കാണ് സഞ്ചരിക്കുവാൻ സാധിക്കുക. 12 പേർ തന്നെ യാത്രയ്ക്കുണ്ടെങ്കിൽ ഒരാൾക്ക് 50 റിയാൽ നിരക്കിൽ ആണ് ഇതിന്റെ ചാർജ്. ഇനി യാത്രക്കാരുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ചാർജിലും മാറ്റമുണ്ടാകും. ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഗവൺമെന്റ് ഫ്രീ ആയി നൽകുന്ന ഫെറി സർവീസ് തന്നെയാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ സർവീസ് ഫ്രീ ആണെങ്കിൽ തന്നെയും റിസർവേഷൻ ലഭിക്കാത്തതിനാൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. അവിടെ ചെന്നിട്ട് ടാക്സി വിളിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ ജിസാൻ പോർട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചു. ചില സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജിസാൻ പോർട്ടിനുള്ളിലും ഫെറിയിലുമുള്ള വീഡിയോ പകർത്തുവാൻ സാധിച്ചില്ല. ഏകദേശം 1.5 മണിക്കൂർ കപ്പൽ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ ഫർസാൻ ദ്വീപിൽ എത്തിച്ചേർന്നു. ഒരു ദിവസത്തെ ദ്വീപ് സന്ദർശനത്തിന് എത്തുന്ന സന്ദർശകരെ കാത്ത് ഇവിടെ 2 തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആണ് ഉള്ളത്. ഒന്ന്, ഈ ദ്വീപിലെ കാഴ്ചകൾ ആസ്വദിക്കുക എന്നതും മറ്റൊന്ന് ഇവിടെ നിന്നും ആഴക്കടലിലേക്ക് സ്പീഡ് ബോട്ട് യാത്ര ചെയ്ത് കടലിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ സമയം ചെലവിടുക എന്നതും. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോ ഒന്ന് കണ്ട് ഫർസാൻ ദ്വീപിന്റെ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ ബോട്ട് യാത്രയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കടൽപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന കിളികളുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോൾ അതാ വരികയായി ഞങ്ങൾ മുൻപുകൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊല്ലം സ്വദേശിയായ സഞ്ജയ് ഓടിക്കുന്ന സ്പീഡ് ബോട്ട്. എല്ലാവരും തന്നെ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ച് യാത്ര തുടങ്ങി. മൂന്ന് എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നടുക്കടലിലുള്ള ചൂണ്ടയിടൽ ആയിരുന്നു. എല്ലാവർക്കും ആവശ്യത്തിനുള്ള ചൂണ്ടകളും അതിൽ കുറുക്കുവാനുള്ള ഇരയും നേരത്തെ പറഞ്ഞു വെച്ചതിനനുസരിച്ച് ബോട്ട് ഡ്രൈവറായ സഞ്ജയ് തന്നെ കരുതിയിരുന്നു. ഈ ബോട്ട് ഓടിച്ച ഡ്രൈവറുടെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. ചൂണ്ടയിട്ട് ഹമൂറും ശേരിയും കൂടി ഏകദേശം 5 കിലോയോളം മീനുകൾ ലഭിച്ചു. ഈ ലഭിച്ച മീനുകൾ എന്താണ് ചെയ്തത് എന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ എത്തിയത് ഇന്നത്തെ രണ്ടാമത്തെ പ്രോഗ്രാമായ കണ്ടൽ കാടുകൾ കണ്ട് ആസ്വദിക്കുവാനാണ്. എൻ്റെ പൊന്നെ, ഒന്നും തന്നെ പറയാനില്ല. ഈ കണ്ടൽ കാടുകളുടെ ഭംഗി അത്യുഗ്രം തന്നെ. കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടു വിലയിരുത്തുക.
അവിടെ നിന്നും ഞങ്ങൾ എത്തിയത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഐറ്റമായ കടലിലുള്ള നീന്തിക്കുളിയാണ്. നടുക്കടലിൽ അങ്ങിങ്ങായി ഇതുപോലുള്ള മണൽ കൂനകളാലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ കടലിന് നന്നേ ആഴം കുറവാണ്. കണ്ണെത്താ ദൂരത്ത് വേറെ ആരെയും തന്നെ കാണാൻ സാധിക്കാത്തതിനാൽ ഫാമിലിയായി വരുന്നവർക്ക് വളരെ ആസ്വദിച്ച് ഇവിടെ നീന്തി തുടിക്കുവാൻ അവസരമുണ്ട്. അങ്ങനെ ഈ ട്രിപ്പ് മാക്സിമം ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും ഫർസാൻ പോർട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ ഞങ്ങൾ പിടിച്ച മീനുകളിടാൻ ഉള്ള ബോക്സും അതിലേക്കുള്ള ഐസും കൊണ്ട് ഞങ്ങളുടെ വരവും കാത്ത് ഞങ്ങൾ വിളിച്ച ടാക്സിയുടെ സ്വദേശിയായ ഡ്രൈവർ നിൽപ്പുണ്ട്. ഇനി ഫർസാനിലേക്ക് ഫെറിയിൽ യാത്ര ചെയ്യുവാനുള്ള ടിക്കറ്റ് ഓൺലൈനായി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടിയുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇക്കാമ നമ്പർ ഉപയോഗിച്ച് അതിലെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത് പോകുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ വെബ്സൈറ്റ് അറബിക് ഭാഷയിൽ മാത്രമാണ് നിലവിലുള്ളത് എന്നതാണ്. അതിനാൽ അറബിക് അറിയാവുന്ന ആരുടെയെങ്കിലും സഹായം തേടുകയോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുകയോ ചെയ്യുക. ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്ന ഫ്രഷ് മീനുകൾ അവിടെ നിന്നും ബോക്സിൽ ഐസ് ഇട്ടുകൊണ്ട് ജിസാനിൽ വന്ന് നല്ല കുരുമുളകും മസാലയും പുരട്ടി അങ്ങോട്ട് വാർത്തങ്ങോട്ട് അഴിച്ചു. ഈ കലാപരിപാടി കൊണ്ട് ഇന്നത്തെ ഫർസാൻ ട്രിപ്പ് അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയും പുതിയൊരു അറിവുമായി ഉടൻ തന്നെ എത്തുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.